ഇന്ന് നമ്മുടെ അമ്പാടിക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു പിറന്നാൾ ആഘോഷം. അങ്ങനെ ഞാൻ പോണില്ല കേട്ടോ, എനിക്ക് പനിയും ജലദോഷം ചുമയൊക്കെ ആവുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനെയും തുമ്പിക്കുട്ടീനെയും റിച്ചുവിനെയും കൂടിയിട്ടാണ് കേട്ടോ വിട്ടിട്ടുള്ളത്. ആ പനിയത്ര വീട് വരുന്നത് ആനമങ്ങാടാണ്. അങ്ങനെ ദാ അവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ദാ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. തുമ്പിക്കുട്ടിക്ക് ഏട്ടനും റിച്ചുവൊക്കെ കോട്ടിട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പകുതി വഴി എത്തിയപ്പോഴേക്കും മഴയൊന്നുമില്ല. അങ്ങനെ കോട്ടൊക്കെ ഊരി കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ അനിയത്ര വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചായ എല്ലാം കൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്പാടിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിയിലാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അമ്പാടിക്കുട്ടിയുടെ അച്ഛൻ നാട്ടിലില്ല. അമ്പാടിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ എണീപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കേക്ക് കട്ടിങ്ങിനായിട്ട് അവനെ കൊടുന്നിട്ടുള്ളത്. അവൻ്റെ നല്ല വാശിയുണ്ട്. പിന്നെ എല്ലാവരും കണ്ടതിൻ്റെ ഒരു ഇതും ഉണ്ടായിരിക്കും. അങ്ങനെ ദാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ ദീയും ആദിയും തുമ്പി എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്പാടിക്കുട്ടിയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ സമ്മതിക്കണേ ഇല്ല കേട്ടോ. അങ്ങനെ ദാ ഒരു വിധത്തിൽ അവൻ്റെ കൈയൊക്കെ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. കേക്കെല്ലാം കട്ട് ചെയ്യൽ കഴിഞ്ഞാലേ അടുത്ത ചടങ്ങാണ് കേട്ടോ. പിന്നെ കേക്ക് ഓരോ ശകലം വായയിൽ ഇങ്ങനെ തോണ്ടി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇവിടെയും പതിവൊന്നും തെറ്റിച്ചില്ല. എല്ലാവരും വന്നിട്ട് ഇതാ അവൻ്റെ വായയിൽ ഇങ്ങനെ കേക്ക് കുറേശ്ശെ ഇങ്ങനെ തോണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവൻ്റെ വയറ് അതോടുകൂടി നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമാണ് കേട്ടോ പോവാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് മിസ് ചെയ്തു എൻ്റെ ഫാമിലിയെ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ അടുത്ത് കൊടുത്ത് അയച്ചതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ദാ അമ്പാടിക്കുട്ടി ഇനി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കഴിക്കാനിരിക്കാനും അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ദാ ഒരു വിധത്തിൽ തുമ്പിക്കുട്ടിയും നമ്മുടെ ആദ്യമൊക്കെ പോയിട്ട് അവനോട് ഓരോന്നിങ്ങനെ പറഞ്ഞ് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ദാ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ റിച്ചും ഏട്ടനും തുമ്പിക്കുട്ടിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പോരണ സമയത്ത്. അപ്പോൾ അതാ അവർ കോട്ടൊക്കെ ഇട്ടിട്ട് ഇതാ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ.